ഇടപ്പള്ളി ടോൾ ദേശീയപാതയിൽ നാളികേര വികസന ബോർഡിന്റെ പേരിലുള്ള സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു കൊടുക്കുന്നതിനെതിരെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി NCP എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി കല്ലറ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. NCP ജില്ലാ പ്രസിഡന്റ് KK ജയപ്രകാശ് അധ്യക്ഷനായി. പൊതുമുതൽ സ്വകാര്യവൽക്കരിക്കുന്ന നയം സർക്കാർ അവസാനിപ്പിക്കണമെന്ന് NCP ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇടപ്പള്ളി ടോളിലെ ദേശീയപാതയിലുള്ള 3.5 ഏക്കർ സ്ഥലമാണ് സ്വകാര്യ വ്യക്തിക്ക് കൃഷി വകുപ്പ് പതിച്ചു നൽകുന്നത്. തിരക്കേറിയ നഗരമധ്യത്തിലുള്ള സ്ഥലത്ത് കാർഷിക മേഖലയ്ക്ക് ഉതകുന്ന വ്യവസായമോ കാർഷിക ഉൽപ്പന്ന വിപണന കേന്ദ്രമോ സർക്കാർ തലത്തിൽ നടത്താൻ കഴിയും. ഇതിനുമുപരി നഗരസഭയ്ക്ക് ഏറ്റെടുത്ത് തൊഴിൽ നൈപുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തി തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന സർക്കാർ സ്ഥലമാണ് സ്വകാര്യ വ്യക്തിക്ക് നൽകുന്നത്. ഈ സ്വകാര്യവൽക്കരണത്തെയാണ് NCP എതിർക്കുന്നത്. സർക്കാരിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും ഇത്തരം നടപടി അപലപനീയമാണ്. ഇടപ്പള്ളി ടോളിലെ നാളികേര വികസന ബോർഡ് വക സ്ഥലത്തിന് മുന്നിലാണ് NCP പ്രതിഷേധ ധർണ നടത്തിയത്. LDF സർക്കാരിൻ്റെയും കളമശ്ശേരി MLAയുടെയും സ്വകാര്യവൽക്കരണ നയത്തിനെതിരെ ജനം സംഘടിക്കണമെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി ദേശീയപാതയിലുള്ള 3.5 ഏക്കർ സ്ഥലം, കൃഷി വകുപ്പിന്റെ അധീനതയിലുള്ള 3.5 ഏക്കർ സ്ഥലം സ്വകാര്യ വ്യക്തിക്ക് പറിച്ചു വിൽക്കാനുള്ള നടപടി ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, അവരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വാർഡ് കൗൺസിലർ അടക്കം ഈ സ്ഥലങ്ങളെ സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ ഇവിടെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയുന്നത് പോലെ തന്നെ ഈ സ്ഥലത്ത് ആദ്യമായി കൃഷി വകുപ്പിൻ്റെ കീഴിൽ മണ്ണ് പരിശോധന നടത്തി. വിവിധ പ്രോജക്റ്റുകൾ വരുന്നതിന് വേണ്ടിയാണ് ആദ്യമായി മണ്ണ് പരിശോധന നടത്തിയത്. ആ മണ്ണ് പരിശോധന നടത്തി അതവിടെ നിർത്തി. രണ്ടാമത് കൃഷി വകുപ്പിൻ്റെ കീഴിൽ ഹോർട്ടിക്കൾച്ചർ കോർപ്പറേഷൻ്റെ കീഴിലുള്ള പച്ചക്കറി കൃഷിയും അതിനോടനുബന്ധിച്ച് പച്ചക്കറി വിപണന കേന്ദ്രവും ആരംഭിച്ചു. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട്, ഇതെല്ലാം നടക്കാത്ത പ്രൊജക്റ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള കണ്ണായ ഭൂമികൾ മറിച്ചു വിൽക്കുന്നതിനു വേണ്ടിയുള്ള അടിയന്തര നടപടികളാണ് സർക്കാർ നടത്തിവരുന്നത്. നിങ്ങൾക്കറിയാം, കേരളത്തിലെ LDF മയക്ക് കൈകൊണ്ടെടുത്താൽ ഉടൻ പറയുന്ന ഒരു കാര്യമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലെ വ്യവസായ സ്ഥാപനങ്ങൾ മുഴുവനും സ്വകാര്യ മേഖലയ്ക്ക് മറിച്ചു വിൽക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ കളമശ്ശേരിയിലുള്ള ദേശീയപാതയിലുള്ള ഈ 3.5 ഏക്കർ സ്ഥലം, ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ള 3.5 ഏക്കർ സ്ഥലം സ്വകാര്യ വ്യക്തിക്ക് സ്വകാര്യ മേഖലയ്ക്ക് പറിച്ചു കൊടുക്കാൻ എന്തുകൊണ്ട് ഈ സർക്കാർ തയ്യാറായി എന്നുള്ളതിന് ഇവിടുത്തെ ഭരണാധികാരികൾ മറുപടി പറയേണ്ട. സംസ്ഥാന ട്രഷറർ റോയ് ചെമ്മനം, NYC സംസ്ഥാന പ്രസിഡന്റ് CK അബ്ദുൽ ഗഫൂർ, VK തുളസീധരൻ, നാസർ ബുഹാരി, അബി ജോൺ ജോർജ്, K കൃഷ്ണൻകുട്ടി, സണ്ണി ഫെക്സൺ, മുസ്തഫ കങ്ങരപ്പടി, KS ഉണ്ണികൃഷ്ണൻ, KM ശിവരാജ്, മജീദ് കോശി, ശ്രീഹരി ദേവദാസ്, സലീം കൂനന്തൈ തുടങ്ങിയവർ ധർണയെ അഭിസംബോധന ചെയ്തു.